പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം കേൾക്കുന്നവരെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, യുവതി യുവാക്കന്മാരെ, ഇന്നേ ദിനം കർത്താവായ ഈശോ ഈ ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ നിങ്ങളെല്ലാവരെയും അതിശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങളെ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക. സെപ്റ്റംബർ മാസം 18-ാം തീയതി മുതൽ 18-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ആരംഭിച്ച് 21-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് തീരുന്ന കോഴിക്കോട് നവജ്യോതിസ് റിന്യൂവൽ സെൻ്ററിൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ വിടുതലിൻ്റെ ഡെലിവറൻസിൻ്റെ ധ്യാനമാണ്. മറ്റ് വിഷയങ്ങളൊന്നും നമ്മൾ ആ ധ്യാനത്തിൽ കൈകാര്യം ചെയ്യുകയില്ല. പിശാച് ബഹിഷ്കരണം, ബന്ധന വിടുതൽ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രം. അച്ഛനെ കാണാനും പ്രാർത്ഥിക്കാനും ഡെലിവറൻസിൻ്റെ ശുശ്രൂഷ പങ്കെടുക്കാനും ആഗ്രഹിക്കുന്നവർ വേഗം തന്നെ ആ ധ്യാനത്തിൽ വേഗം തന്നെ രജിസ്റ്റർ ചെയ്യണം. കാരണം അവിടെ വേറൊരു ധ്യാന കേന്ദ്രമാണ്, അച്ഛൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ടതല്ല. നവജ്യോതിസ് റിന്യൂവൽ സെൻറ്റർ കോഴിക്കോട് രൂപത, അവിടെ ക്ലാസ് ഇല്ലാത്ത സമയം നോക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങളെല്ലാവരെയും എത്രയും വേഗം രജിസ്റ്റർ ചെയ്ത്, ആകെ 100 പേർക്ക് മാത്രമാണ് പങ്കെടുക്കാനുള്ള സൗകര്യമുള്ളത് എന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഇന്നേ ദിനം അതിശക്തമായി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സങ്കടങ്ങളും കണ്ണുനീരും ആദിവ്യാധികളും തകർച്ചകളും തളർച്ചകളും കർത്താവിന് സമർപ്പിക്കുക. ഈ വചനം കേൾക്കുന്ന മക്കളോട് കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഗാഡ് ഈസ് ഇമ്മാനുവൽ, ദൈവം നിങ്ങളോട് കൂടെ, നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ഇറങ്ങി വരും. നിങ്ങളിന്ന് ആഗ്രഹിക്കുക, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ഒരു വലിയ അനുഗ്രഹം, ഒരു വലിയ സന്തോഷം, ഒരു വലിയ ഡെലിവറൻസ്, വിമോചനം നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. വിശ്വാസമുണ്ടെങ്കിൽ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. കാരണം ഇത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷയാണ്. ഈ പ്രാർത്ഥനയെ നിങ്ങളുടെ സ്റ്റാറ്റസായി നിങ്ങൾ ഇടുമ്പോൾ, ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വർഗത്തെയാണ് പങ്കുവെക്കുന്നത്, ദൈവത്തിൻ്റെ വചനത്തെയാണ് പങ്കുവെക്കുന്നത്, ദൈവത്തിൻ്റെ ആഗ്രഹത്തെയാണ് പങ്കുവെക്കുന്നത്. കാരണം ഈ കാലഘട്ടത്തിൽ ദൈവം വിടുതൽ നൽകാൻ, വിമോചനം നൽകാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഒരു ചുവട് കർത്താവിൻ്റെ അടുത്തേക്ക് വെക്കുമ്പോൾ കർത്താവ് 2 ചുവട് നിങ്ങളുടെ അടുത്തേക്ക് വെക്കുകയാണ്. നിങ്ങൾ സങ്കടപ്പെടുന്നത്, നിങ്ങൾ വേദനിക്കുന്നത്, മക്കളെ ഓർത്ത് നിലവിളിക്കുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഓർത്ത് നെടുവീർപ്പെടുന്നത് ദൈവത്തിന് ഒട്ടും ഇഷ്ടമല്ല. സ്വർഗം അത് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് സ്വർഗം തൻ്റെ പുത്രനെ, കർത്താവായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. കർത്താവായ ഈശോ യാതൊരു മടിയും കൂടാതെയാണ് തൻ്റെ നെഞ്ച്, ചങ്ക് നമുക്കായി കുത്തി തുറന്ന് അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുക്കി
നമ്മുടെ കുടുംബങ്ങൾക്ക് ദോഷങ്ങളെല്ലാം എടുത്തു മാറ്റാൻ. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ മുദ്ര ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ കട്ടിളപ്പടികളിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നെറ്റിത്തടങ്ങളിലും ആ കർത്താവിൻ്റെ തിരുരക്തം കൊണ്ട് മുദ്ര ചെയ്യപ്പെടുകയാണ്. ആ മുദ്ര നിങ്ങളെ എല്ലാ ആദിവ്യാധികളിൽ നിന്നും, തളർച്ചകളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും, പീഡകളിൽ നിന്നും, തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കും. പ്രിയപ്പെട്ട മക്കളെ, എളിമയോടെ, പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ അഴിയാത്ത കുരുക്കുകൾ അഴിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, മാറാത്ത രോഗങ്ങൾ മാറിപ്പോകും. കച്ചവടം നടക്കാത്ത കാര്യങ്ങളിൽ കച്ചവടങ്ങൾ നടക്കുകയും തടസ്സങ്ങൾ മാറുകയും ചെയ്യും. വിശ്വാസത്തോടെ, തീഷ്ണതയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നാൽ മതി. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വരദാനങ്ങൾ കിട്ടാൻ, നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ, നമുക്ക് വിമോചനം കിട്ടാൻ കർത്താവ് ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന വചനം പ്രഭാഷകന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 27-28 വചനമാണ്. ഈ വചനം ഇന്നേ ദിനം പല ആവർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ മനസ്സിന് ആത്മവിശ്വാസവും ധൈര്യവും ശക്തിയും ലഭിക്കും. വചനം ഇങ്ങനെയാണ്: എത്ര പറഞ്ഞാലും മുഴുവനാകുകയില്ല. എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്: അവിടെ നിന്നാണ് സർവവും. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? പ്രിയപ്പെട്ട മക്കളെ, ഈ വചനം പല ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലവിധ കെട്ടുകൾ ഇല്ലാതായി പോകും, ബന്ധനങ്ങൾ മാറിപ്പോകും, ശാപങ്ങൾ ഇല്ലാതാകും, കൂടോത്രങ്ങൾ നിഷ്പ്രഭമാകും, ശത്രുദോഷങ്ങൾ തകർക്കപ്പെടും, ആദിവ്യാധികൾ ഇല്ലാതാകും. പുതിയ സന്തോഷവും പുതിയ സമാധാനവും പുതിയ ഐശ്വര്യവും പുതിയ സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കും. അങ്ങനെ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ചേ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇറങ്ങി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അത്ഭുതം നടക്കട്ടെ. ആദിവ്യാധികളും നിരാശകളും ബന്ധനങ്ങളും തകർക്കപ്പെടട്ടെ. ആമേൻ, 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 ആമേൻ. നമുക്ക് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ ഡെലിവറൻസ് പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഒന്ന് ഏറ്റുപറഞ്ഞ മക്കളെ. സ്നേഹസമ്പന്നനും കാരുണ്യവാനുമായ ദൈവമേ, എൻ്റെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ ജീവിതകാലത്തെ പാപങ്ങളെല്ലാം പൊറുക്കുകയും രോഗിയായിരിക്കുന്ന ഞങ്ങളുടെ മേൽ അങ്ങയുടെ തൃക്കൈ നീട്ടി ഞങ്ങളെ സുഖപ്പെടുത്തണമേ. അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ സുഖമാക്കാൻ കഴിയുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും കയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയെ സ്തുതിക്കുവാനുള്ള ആരോഗ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രദാനം ചെയ്യണമേ. എൻ്റെ പാപങ്ങളും അകൃത്യങ്ങളും ഞാൻ അറിയുന്നു. എൻ്റെ അപരാധങ്ങൾ നിരവധിയാകുന്നു. അതിനാൽ അങ്ങയുടെ ഉന്നതമായ കാരുണ്യത്തിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. കാരുണ്യവാനായ ദൈവമേ, എന്നെ പരിത്യജിക്കല്ലേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്നെ സുഖപ്പെടുത്തണമേ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് മക്കളെ, സ്തുതിച്ച്. പോരെ പോരെ പോരെ, സ്തുതിച്ച്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. വിടുതലിനായി, രോഗസൗഖ്യത്തിനായി സ്തുതിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എനിക്ക് ലഭിച്ച എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിലും കൃപയിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ ശക്തികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു, കൽപ്പിക്കുന്നു. പൈശാചിക ശക്തികളെ
നാരിക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പങ്ങളെ, അശുദ്ധാത്മാക്കളെ, കൈവശങ്ങളെ, ശാപങ്ങളെ, ശക്തികളെ ഈ മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ ഏതെങ്കിലും വിധത്തിൽ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെയും എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ച് ആട്ടിപ്പായിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് loro le forze del male annientale distruggere perché questo popolo possono stare bene e operare bene. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നെയ്യാറ്റിങ്കര ഉളാത്താങ്കര പള്ളിയിലെ കൺവെൻഷൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സെപ്റ്റംബർ 18 മുതൽ അച്ഛൻ കോഴിക്കോട് നയിക്കുന്ന താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെയും അച്ഛനെയും അന്നേ ദിനത്തിൽ നടക്കുന്ന പിശാച് ബഹിഷ്കരണ ലിയോ 13 പാപ്പയുടെ ഔദ്യോഗികമായ ആ ശുശ്രൂഷ നടക്കുമ്പോൾ അത്ഭുതകരമായ ഡെലിവറൻസുകളും രോഗശാന്തികളും ആ ദിനങ്ങളിൽ നടക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. ആ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടുത്തെ സാഹചര്യങ്ങൾ അഭിഷേകം കൊണ്ട് നിറയാൻ എല്ലാ മക്കളും പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.